എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായി വീഡിയോസ് ചെയ്തിട്ട് നിങ്ങൾക്കറിയാം കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ സൈലൻസ്, ഒരു ആത്മാന്വേഷണത്തിലേക്ക് പോകാനായിട്ട് ഉള്ള ഒരു ആഗ്രഹം തോന്നി. പ്രത്യേകിച്ച് മൂകാംബികയിൽ പോവുകയും മാധവിയമ്മയെ കാണുകയൊക്കെ ചെയ്തതിന് ശേഷം ആ ഒരു ആഗ്രഹം ശക്തമായി. അവിടെ ചെന്നപ്പോൾ അമ്മ കൺവേ ചെയ്ത ആ ഒരു മെസ്സേജിൻ്റെ എസെൻസും എനിക്കത് തന്നെയാണ് തോന്നിയത്. ബാഹ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ കുറച്ചിട്ട് സ്വയം നമ്മളുടെ ഉള്ളിലേക്കുള്ള ഒരു അന്വേഷണം കൂട്ടിയാൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാ ഗുരുക്കന്മാരും പറയുന്നതാണ്. എങ്കിൽ പോലും അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ ഒരു പ്രസൻസ് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു എനർജി, അവരുടെ ആ ഒരു പ്രസൻസും അവരുടെ ആ എനർജി ട്രാൻസ്ഫറും എല്ലാം നമ്മളെ അങ്ങനെ കുറച്ചും കൂടെ സൈലൻസിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മൾ അടുത്തത് ഒരു ദക്ഷിണ കൈലാസ യാത്ര എന്ന് തന്നെയാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. അരുണാചലിൽ പോകുന്നുണ്ട്. അരുണാചലവും ഈ പറഞ്ഞ ഒരു മൗനത്തിലൂടെ നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം അരുണാചലത്തിൽ പോയപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസും അതാണ്, മൗനം. അരുണാചലവും അതായത് തിരുവണ്ണാമലയും രമണ മഹർഷിയുടെ സാന്നിധ്യം കൊണ്ട്, മൗനം കൊണ്ട് നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം തിരുവണ്ണാമലയിൽ പോയപ്പോൾ തോന്നിയത്. ഒരു വല്ലാത്തൊരു മൗനമുണ്ട് അവിടെ. ആ മൗനം തന്നെ നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. അത് രമണ മഹർഷി കണ്ണുകളിലൂടെ എനർജി ട്രാൻസ്ഫർ നടത്തി വളരെ കുറച്ച് മാത്രം സംസാരിച്ചിരുന്ന ഒരു ഗുരുവായിരുന്നു രമണ മഹർഷി. അപ്പോൾ ആ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഒരു സ്ഥലമാണ് തിരുവണ്ണാമല. അപ്പോൾ അവിടെ അതിൻ്റെ ആ ഒരു സാന്നിധ്യം ഉണ്ട്. അവിടെ മൗനമാണ് ഏറ്റവും വലിയ സാധനം. അപ്പോൾ മൂകാംബികയിലും തിരുവണ്ണാമലയും ഒക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ മൗനം തന്നെയാണ്. ചിന്തകൾ കുറയുക, ചിന്തകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വരിക, ഇതെല്ലാം. പക്ഷേ പലപ്പോഴും ഞാൻ ഇതിനു മുമ്പും ആ ഒരു സൈലൻസിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഒരു നിയോഗം ഒരു സാധന പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ എല്ലാ വീഡിയോസും. ഓരോ ഗുരുക്കന്മാരെ പറ്റി പറയുന്നതും അവരെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യുന്നതും അവരെ പറ്റി കൂടുതൽ ലോകത്തിലേക്ക് കൊണ്ടുവരിക, മറ്റുള്ളവരെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു സാധനയാണ്. അപ്പോൾ ആ ഒരു സാധനയുടെ ഭാഗമായിട്ട് എനിക്കങ്ങനെ കംപ്ലീറ്റ് നിശബ്ദമായിട്ടിരിക്കാൻ സാധിക്കാറുമില്ല. അത് ഗുരുക്കന്മാർ തന്നെ തോന്നിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അമൃതാനന്ദമയിയുടെ ഒരു സീരീസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരു അമ്മ അല്ലെങ്കിൽ മാതാ അമൃതാനന്ദമയി എന്നറിയപ്പെടുന്ന ഈ ലോകം അറിയുന്ന ഒരു അമ്മ എത്രമാത്രം സഹിച്ചിട്ടാണ് ഇപ്പോൾ അമ്മയായതെന്നുള്ള മനസ്സിലാവും. കാരണം നമ്മുടെ പാതയിൽ വരുന്നവർ പലരും പറയുന്നൊരു കാര്യമാണ്, വീട്ടിൽ നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല, വീട്ടിൽ എതിർപ്പാണ്. സപ്പോർട്ടില്ലെന്ന് മാത്രമല്ല, എതിർപ്പാണ് കൂടുതലും. നമ്മുടെ ഗ്രൂപ്പിൽ സ്ത്രീകളായതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ എതിർപ്പ് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എതിർപ്പ് എന്നൊക്കെ അവർ പറയാറുണ്ട്. ഒന്നും ചെയ്യാൻ സാധിക്കാറില്ല, വളരെ രഹസ്യമായിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് എന്ന് പൊതുവെ എല്ലാവരും പറയുന്ന കാര്യമാണ്. അപ്പോൾ അവരോട് ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, നമുക്കൊരു ഗുരു ഉണ്ട്, ആ ഗുരുവിനെ പറ്റി എല്ലാവരോടും ചോദിക്കാതെ പറയേണ്ട കാര്യമില്ല. നമ്മളുടെ ഗുരുവിനെ പറ്റി ആരെങ്കിലും, നിങ്ങളുടെ ഗുരു ആരാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ പഴയ പോലെ നിങ്ങളെ പ്രശ്നങ്ങൾ ബാധിക്കാത്തത് എന്തുകൊണ്ടാണ്, പഴയതുപോലെ നിങ്ങൾ ഭയങ്കര ആങ്സൈറ്റി കാണിക്കാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന ആൾ, എന്ത് നിസ്സാര പ്രശ്നങ്ങൾക്കും കരയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ കരയാതാവുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുമായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരുന്ന ആൾക്ക് അങ്ങനെ ദേഷ്യം കുറഞ്ഞത് എന്തുകൊണ്ടാണ്, ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഇല്ലാത്ത എന്തുകൊണ്ടാണ്, റിയാക്ഷന് പകരം റെസ്പോണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അപ്പോൾ പറയേണ്ട കാര്യമുള്ളൂ, എനിക്കിങ്ങനെ ഒരു ഗുരുവുണ്ട്, ഗുരുവിനെ ഞാൻ ഫോളോ ചെയ്യുന്നു, ഗുരുവിൻ്റെ ടീച്ചിങ്സ് നോക്കുക. കാരണം പലരും ഓക്കെ ഇങ്ങനെ ഒരു ഗുരു ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർ കുറേ എക്സ്പെക്റ്റേഷനും കൊണ്ടുവരും. വന്ന് നോക്കുമ്പോൾ ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു അവരുദ്ദേശിക്കാത്ത രീതിയിലെ വേഷധാരണങ്ങൾ, അല്ലെങ്കിൽ അവരുദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു ഗുരുവിനെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു കൺവിൻസിങ് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് ടീച്ചിങ്സ് മാത്രമാണ്, നമ്മളുള്ള ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ്, നമുക്ക് എത്രത്തോളം ട്രാൻസ്ഫോർമേഷൻ വന്നു, നമുക്ക് എത്രത്തോളം ഒരു കോൺഫിഡൻസ് വന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാതെ വേറൊരാളോട് ഗുരുവിനോട് പറയുമ്പോൾ തിരിച്ച് വരുന്ന റെസ്പോൺസ് കാരണം എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് പലരും ഭയങ്കര വിഷമിച്ചിട്ട് പറയും,
ഞാൻ മോഹൻജിയെ പറ്റി പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു റെസ്പോണ്ട് ചെയ്തത് അവർ. എനിക്ക് ഭയങ്കര വിഷമായി മോളെ എന്നൊക്കെ പറഞ്ഞ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചേച്ചി എന്തിനാണ് അവർ പറയണം നോക്കണം, ചേച്ചിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ട് അത് നോക്കുക. അതല്ല, നമ്മൾ കൺവിൻസിങ് അല്ലാതെ നമ്മൾ വേറൊരാളോട് ഗുരുവിനെ പറ്റി പറയാൻ പോയാൽ അവർ അവരുടെ വിശ്വാസങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിച്ച് നമുക്കുള്ള വിശ്വാസം കൂടി ഇല്ലാണ്ടാവും. അപ്പം അതിൽ ഭേദം മിണ്ടാതിരിക്കുക. ഇത് ഒരു തരം ഈഗോ ആണോ എന്നും കൂടെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്കൊരു ഗുരു ഉണ്ട്, ഞാൻ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വെജിറ്റേറിയൻ ആയിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞാൽ ആരും കേട്ടോളണം എന്നില്ല. ഫസ്റ്റ് നമ്മൾ കൺവിൻസ് ആയിട്ട് നമ്മൾ വെജിറ്റേറിയനിസം സ്വീകരിക്കുക. എന്നിട്ട് നമുക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ വെജിറ്റേറിയനിസം സ്വീകരിക്കുമ്പോൾ പ്രോട്ടീനുള്ള ഫുഡ് എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വെറുതെ വെജിറ്റേറിയൻ ആയാൽ പോരാ. നോൺ വെജ് നിർത്തുമ്പോൾ പ്രോട്ടീൻ്റെ കുറവുണ്ടെങ്കിൽ അത് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്, നമുക്ക് കൂടുതൽ സന്തോഷമൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നോൺ വെജ് ഉപേക്ഷിച്ചെന്ന് വെച്ചാൽ എനിക്ക് വേറൊരു ജീവിയുടെ വേദന എൻ്റെ ഭക്ഷണമാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് എൻ്റെ ഉള്ളിലേക്ക് കൺവേ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് എന്ന് പറയാം. കാരണം നമ്മൾ പലപ്പോഴും ഈ പറയുമ്പോൾ ഉള്ള പ്രശ്നം, ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന എല്ലാവരും മോശം ആൾക്കാരല്ല. അവർക്ക് ചിലപ്പോൾ ഈ വെജിറ്റേറിയൻ മാത്രമായിട്ടിരിക്കുന്നവരെക്കാളും നെഗറ്റീവ് ഇമോഷൻസ് കുറവായിട്ടും കണ്ടിട്ടുണ്ട്. ക്ഷമയുണ്ടാവും, മറ്റുള്ളവരോട് കരുണയുണ്ടാവും, ദയവുണ്ടാവും, എല്ലാവരെയും തുല്യരായി കാണാനുള്ള കഴിവുള്ള ഒരുപാട് നോൺ വെജിറ്റേറിയൻസ് ഉണ്ട്. അത് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്. എന്നാൽ പ്യുവർ വെജിറ്റേറിയൻ ആണ്, ഭയങ്കര ഭക്തിയുണ്ട്, അമ്പലത്തിൽ നിന്ന് ഇറങ്ങില്ല, അങ്ങനെ നടക്കുന്നവർ ഭയങ്കരമായിട്ട് എന്താ പറയുക, നെഗറ്റീവ് ഇമോഷൻ, ദേഷ്യം, അസൂയ, കുശുമ്പ്, കുനിഷ്ടി ഇതെല്ലാം ഉള്ളവരുമുണ്ട്. അപ്പം നമുക്ക് ഇതിലൊക്കെ ഒരു വരയിടാനൊന്നും പറ്റില്ല. നോൺ വെജിറ്റേറിയൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് അല്ല, അതിനും വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കൊരു ഗുരു ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഗുരു പറയണ പോലെ കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അതൊന്നും നമ്മൾ എന്താ പറയുക എടുക്കരുത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ആ ഒരു രീതിയിലേക്ക്, മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഗുരുവിനെ വലിച്ചഴിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും നിങ്ങളോട് ആരെങ്കിലും വന്ന് നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ കാണുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ഫർമേഷൻ എന്ന് ചോദിക്കുമ്പോൾ മാത്രം ഗുരുവിനെ പറ്റി പറയുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളാവും, എപ്പോഴും പ്രശ്നങ്ങളാവും. മറ്റുള്ളവരെ കളിയാക്കുന്ന അവസ്ഥയിലേക്ക് സ്വയം കൊണ്ടെത്തിക്കേണ്ട കാര്യമില്ല. അവനവൻ്റെ സ്പിരിച്വാലിറ്റി അവനവൻ്റെ സീക്രട്ടായിട്ട് വെക്കുക. ഞാനിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയണ്ട, ഞാൻ ഇന്നത് ചെയ്യുന്നുണ്ട് എന്ന് പറയണ്ട, ഒന്നും പറയണ്ട. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ നമ്മളുടെ ആത്മീയ യാത്ര എന്ന് പറയുന്നത് അവരവരുടെ പേഴ്സണൽ കാര്യമായിട്ട് വയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തന്നെ ഈ വീട്ടിലെ പകുതി പ്രശ്നങ്ങളും വീട്ടുകാരെ മാറ്റാൻ നമ്മൾ നോക്കാൻ നിൽക്കണ്ട. നമ്മുടെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സൗകര്യമായിട്ട് ആരും കാണാതിരിക്കുമ്പോൾ ധ്യാനം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മാധവിയമ്മയെ കണ്ടപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്, മോഹൻജിയും അത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. ഇത് രണ്ടല്ല, നമ്മുടെ ലൈഫും ആത്മീയതയും രണ്ടല്ല. ലൈഫിനെ ആത്മീയതയെ ഒരുമിച്ച് കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ എൻ്റെ എന്താ പറയുക ആത്മീയ ജീവിതം കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഞാൻ കാണുന്നവരോടൊക്കെ എനിക്കിങ്ങനെ ഒരു ഗുരു ഉണ്ട്, നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ ഒരു ഫാമിലി ലൈഫ് ചൂസ് ചെയ്ത സ്ഥിതിക്ക് ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലാവാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഈ മൈത്രി എനർജിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻസ് മൈത്രിയിൽ SOP പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ 2 ദിവസമെങ്കിലും നോൺ വെജ് കഴിക്കാതിരുന്നിട്ട്, എത്ര അത്യാവശ്യമുള്ളവരാണെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറയും നിങ്ങൾക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. വളരെ അത്യാവശ്യമാണ്, ഇപ്പോൾ ഭയങ്കര സീരിയസ് അസുഖമൊക്കെ ആണെങ്കിൽ ഞാൻ നോക്കാം. അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ 2 ദിവസം നോൺ വെജ് കഴിക്കാതെ മോഹൻജി ഗായത്രി 108 തവണ ചൊല്ലി 2 ദിവസം ചെയ്തിട്ട് എൻ്റെ അടുത്ത് മൈത്രിക്ക് വന്നായെന്ന് പറയും. കാരണം അത് എൻ്റെ സ്വന്തം അനുഭവമാണ്. ആദ്യകാലത്ത് അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചിലരുടെ അസ്റ്റോമക് ഏരിയയിൽ, അതായത് മണിപ്പൂര ചക്രത്തിലേക്ക് നമ്മൾ എനർജി അയക്കുമ്പോൾ അത് എടുക്കുന്നില്ല എന്ന് മനസ്സിലായി. എന്താ പറയുക, അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുന്നു. ഒരു ബ്ലോക്കേജ് ഫീൽ ചെയ്തു. അത് മാത്രമല്ല, ഒരു പ്രാവശ്യം ഒരാളുടെ മണിപ്പൂരൊക്കെ ചുരത്തിൽ കൈവച്ചപ്പോൾ എന്താ ഒരു പെയിൻ അനുഭവപ്പെട്ടു എൻ്റെ കയ്യിൽ, വല്ലാത്തൊരു പെയിൻ. അപ്പം ഞാൻ എന്താണെന്ന് വിചാരിച്ച് ഞാൻ അവരോട് ചോദിച്ചപ്പോഴാണ് അവർ അന്ന് നോൺ വെജ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വയലൻസിൻ്റെ ഒരു എലമെൻറ്റ് അവിടെ കിടക്കുമ്പോൾ മോഹൻജിയുടെ പ്രിൻസിപ്പിളിൽ നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യം അവരുടെ ആ ഒരു എലമെൻറ്റ് അവരുടെ ബോഡിയിലുള്ളപ്പോൾ ഈ ഒരു എനർജി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലായതുകൊണ്ടാണ്
ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചത്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ ഞാനിപ്പോൾ എപ്പോഴും പറയാറുണ്ട്. കാരണം ഒരു നോൺ വെജ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ 48 hours വേണമെന്നാണ് പറയാം. നേരെ മറിച്ച് പ്ലാൻ ബേസ്ഡ് ഫുഡൊക്കെ വേഗം ദഹിക്കും. അതുകൊണ്ടാണ് ഇത് ഹെൽത്തിനും അത്ര നല്ലതല്ല എന്ന് പറയുന്നത്. കാരണം അത് ഡൈജസ്റ്റ് ആവാൻ അത്രയും സമയമെടുക്കും. അത് ഒരു എന്താ പറയുക, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഡൈജഷൻ പ്രോസസ്സ്. ഈ മൈത്രിയെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ധാരണകളെയൊക്കെ പൊളിച്ചെഴുതാനായിട്ട് കൂടെ ഈ മൈത്രി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയിൽ മകനെ നഷ്ടപ്പെട്ട 2 അമ്മമാർ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എനിക്ക് ഞാൻ മൈത്രി മാത്രമല്ല, അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കാനും എനിക്ക് സാധിക്കും. ബിക്കോസ് എനിക്ക് ആ ഒരു പാതയിലൂടെ നടന്നതുകൊണ്ട് എങ്ങനെയാണ് എത്രമാത്രം അവർ ഡിപ്രസ്ഡ് ആണെന്ന് മനസ്സിലാകും. കാരണം ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല വേറെ എന്തെങ്കിലും ഒരു വേദന അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ മക്കളെ നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിൽ ഒരാൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്, വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു പക്ഷേ മാനേജ് ചെയ്ത് പോകുന്നു എന്ന് പറയാം. പക്ഷേ അതങ്ങനെയല്ല എന്ന് നമുക്കറിയാം, സൂപ്പർഫിഷ്യൽ മാത്രമാണത്. രണ്ടാമത്തെ ആളുടെ ഒരു സൂയിസൈഡ് കേസായിരുന്നു അത്. അപ്പോൾ എന്താ പറയുക, കുറച്ചുകൂടെ ഭയങ്കര ഒരു വേദനയാണ്. കാരണം നമുക്കറിയാം സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോളിൻ്റെ അവസ്ഥ എന്താണെന്ന് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അത് അവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു പയ്യനായിരുന്നു. അതങ്ങനെ ചെയ്തു എന്ന് ഓർക്കുമ്പം അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര നമുക്കും തോന്നും അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന്. പക്ഷേ ചില ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം ഇല്ല, അവർക്കും ഇല്ല ആ കുട്ടി അങ്ങനെ എന്തുകൊണ്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ചെയ്ത് അത് കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഗുരുവിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടുകയാണ്. ആസ്ക് ദം ടു റൈറ്റ് എ ജേർണൽ. ഒന്നുകിൽ ആ ഡിസീസ്ഡ് സോളിന് തന്നെ ഒരു ജേർണൽ എഴുതുക, അല്ലെങ്കിൽ ഗുരുവിന് എഴുതുക. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അവർ സത്യസായി ബാബയുടെ ഭയങ്കര ഡിവോട്ടിയാണ്, സ്വാമിയുടെയൊക്കെ സമയമൊക്കെ അറിയാം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ജേർണൽ എഴുതി തുടങ്ങും, സ്വാമിക്ക് എഴുതിയാൽ മതി. അതങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓൺ എക്സ്പീരിയൻസ്. കാരണം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിരിക്കും. നമ്മൾ സ്വാമിക്ക് എഴുതുമ്പോൾ മകനെ പറ്റി ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതുന്നതിലൂടെ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ കുട്ടിയെ ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരവും കിട്ടും. പല ഉത്തരങ്ങളും വളരെ ലേറ്റായിട്ട് നമുക്ക് കിട്ടുക, പക്ഷേ നമ്മൾ അത് യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരുന്ന ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. കാരണം ഡെത്ത് എന്ന് പറയുന്ന ഒന്നിൻ്റെ എൻഡല്ല, ആ സോളിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും. ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന ഇമോഷൻസൊക്കെ മോഹൻജിക്ക് എഴുതിയാണ് അത് റിലീസ് ചെയ്തത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മോഹൻജിക്ക് ആദ്യകാലത്ത് എഴുതിയിരുന്ന ലെറ്ററുകളെല്ലാം എൻ്റെ മകനെ പറ്റിയായിരുന്നു. നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും. അവൻ മോശം കാര്യങ്ങളൊന്നും ചെയ്തു എന്നല്ല, അവൻ 7 വയസ്സേ ഉള്ളൂ. പക്ഷെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സപ്രസ് ചെയ്ത് വെച്ചിട്ട് വരുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് ഇതിലേക്കൊന്നും പോവില്ല. അപ്പോൾ ഈ ഒരു അമ്മയ്ക്ക്, ഈ സൂയിസൈഡ് ചെയ്ത കുട്ടിയുടെ അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ സങ്കടം മകൻ്റെ ആത്മാവ് ഏത് ലെവലിലായിരിക്കും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം, അതും നമ്മൾക്ക് മുമ്പിൽ എക്സാമ്പിളുണ്ട്. ആസ് എ മദർ നിങ്ങൾക്ക് പറ്റും ആ ഒരു സോളിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട്. എങ്ങനെ? സേവ, അന്നദാന സേവ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യുക. നമ്മളത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആത്മാവിനെ പ്രതി അല്ലെങ്കിൽ ആ ഒരു ആത്മാവിൻ്റെ പേരിൽ നമ്മൾ സേവ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി അവിടെ എത്താതിരിക്കില്ല, തീർച്ചയായിട്ടും എത്തുക തന്നെ ചെയ്യും. അത് എൻ്റെ അനുഭവമാണ്, ഇതിനു മുമ്പ് ഇതുപോലെ വന്നിട്ടുള്ള പല അമ്മമാരുടെ അനുഭവമാണ്, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുണ്ട്. ഞാനപ്പോൾ അവരോട് പറയാം, അബു കെയർ ഉണ്ട്, നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ അയക്കുന്ന പൈസ അന്നദാനത്തിന് ചെല്ലുമെന്ന്, ശ്രുതിയിൽ അയക്കാം. അപ്പം പല പല സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്, ഹരിദ്വാറിലുണ്ട്, കേദാർനാഥിലുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു സാധുവിനാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന പൈസ. ഇപ്പോൾ കേദാർനാഥിലെ കാര്യം ഇന്നലെ മനോരഞ്ജൻ പറയണ്ടായിരുന്നു അമ്മൂക്കറിൻ്റെ മീറ്റിങ്ങിൽ. അത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അവർക്ക് നാഗസന്യാസിമാരെയാണ് അവിടെ ചെന്നപ്പോൾ കണ്ടത് ഈ ഒരു അന്നദാനത്തിൻ്റെ ആവശ്യം. അവർക്ക് ഫുഡില്ലെങ്കിലും കുഴപ്പമില്ല, അവർ പറഞ്ഞു നിങ്ങൾ തന്നാൽ കഴിക്കില്ലെങ്കിൽ കഴിക്കണ്ട. അവർക്ക് അത്രയും വലിയൊരു ആൾട്ടിറ്റ്യൂഡിൽ
ഭയങ്കര തണുപ്പാണ്. അവർ ഡ്രസ്സ് പോലും ഇടാതെ നടക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുംഭമേളയ്ക്കൊക്കെ വന്നപ്പോൾ ഭയങ്കര പുച്ഛമാണ് ആൾക്കാർക്ക്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് കമ്പിളിയൊക്കെ ഇട്ടാൽ പോലും തണുത്ത് വിറയ്ക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ശ്വാസം മുട്ടും. അവിടേക്കൊക്കെ പോകുമ്പോൾ അവിടെ പോയി അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനോരഞ്ജൻ വലിയൊരു എല്ലാ അന്നദാനത്തിൻ്റെയും ഇങ്ങനെയൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്യുന്നത് മനോരഞ്ജൻ. അപ്പം ഇന്നലെ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, നമുക്കതൊരു തിരിച്ചറിവാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് പൈസ അയക്കുമ്പോൾ അതവിടെ പോയി ചെയ്യണമല്ലോ നേരിട്ട്. അപ്പോൾ ഈ നാഗസന്യാസിമാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് കിട്ടിയാലും കൊള്ളാം കിട്ടിയില്ലെങ്കിലും കൊള്ളാം, നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർക്ക് ശരിക്കും ഭക്ഷണത്തിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, അവരതിനൊക്കെ മുകളിലാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ അയക്കുന്ന പൈസ കൊണ്ട് അവർക്ക് 2-3 ദിവസം കൂടുമ്പോഴാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നത്. അവരിൽ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അത്രയും ഹൈ സ്പിരിച്വാലിറ്റി ഉള്ളവരുടെ ആ ഒരു ബ്ലെസ്സിങ് ആ ഒരു സോളിന് ചെല്ലും. നമ്മളിപ്പോൾ ആ ഒരു സോളിനെ പ്രതിയാണ് ഈ പൈസ അയക്കുന്നത് അല്ലേ. അത് അറിഞ്ഞോ ഇല്ലയോ എന്നല്ല, അവരിലേക്ക് എത്തും. അത് ഞാൻ ഇതിനു മുമ്പ് പല അനുഭവങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മളിപ്പം വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ കുട്ടിയുടെ സോളിന് ഒരു മോക്ഷം കിട്ടണമെന്ന് വിചാരിച്ച് അമ്മമാർ അയക്കുകയാണെങ്കിൽ, അത് അങ്ങനത്തെ സോളിന് കിട്ടുവാണെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് ചില സിഗ്നൽസ് തരും. ഓക്കെ, അതവിടെ കിട്ടി, നിങ്ങളുടെ കുട്ടിക്കത് എത്തി എന്ന്. അത് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം കുറേ അനുഭവങ്ങൾ ത്രൂ ആണ് എനിക്ക് മനസ്സിലായത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, റീസെൻ്റ്ലി ഞാനത് ഒരു FB പോസ്റ്റായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ചാൻറ്റിങ് നമ്മുടെ ഗ്രൂപ്പിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, രോഗനിവാരണ ശിവമന്ത്രം. അപ്പോൾ അത് തുടങ്ങിയപ്പം ആ ഒരു മന്ത്രം നമ്മൾ ശനിയാഴ്ചകളിൽ ചെയ്യാറുണ്ട് എല്ലാവരും കൂടി ഇരുന്ന്. അപ്പോൾ അതിൽ ആ ഒരു മന്ത്രം തുടങ്ങുന്നത് രുദ്രം പശുപതിം സ്ഥാനം എന്നാണ്. അതായത് പശുപതിയായിട്ടാണ് ഭഗവാനെ നമ്മളവിടെ ആരാധിക്കുന്നത്. പശു എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും, ഈ യൂണിവേഴ്സിലെ എല്ലാ ജീവജാലങ്ങളും, തേരട്ട പുഴു മുതൽ വലിയ ആന വരെ മനുഷ്യരും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ആ ജീവജാലത്തിൻ്റെ പശുപതിയാണ് ഭഗവാൻ. അപ്പോൾ ആ ഒരു മന്ത്രം ജപിച്ച്, ഞാൻ പറഞ്ഞു അതിനെ നമ്മൾക്ക് മന്ത്രം വെറുതെ ജപിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ആ ഒരു കർമ്മദോഷങ്ങൾ കൊണ്ടാണ് പലർക്കും അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഒന്നും മൈത്രി ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു നല്ല കാര്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മോഹൻജിയുടെ ആശ്രമത്തിൽ കുറച്ച് പശുക്കളുണ്ട്, ഗോക്കൾ. ഒരു എനിക്കായിട്ട് പേര് കിട്ടുന്നില്ല കേട്ടോ. അപ്പം നല്ലൊരു ബ്രീഡാണ്, വളരെ റെയറായിട്ട് കാണുന്നതാണ്. അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൈസ അയച്ചാലോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ എല്ലാവരും അത് അയക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്യുക, ഞാൻ വലിയ എമൗണ്ട് ഒന്നും പറയുന്നില്ല, നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്തിട്ട് തുടങ്ങാം. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു അനുഭവം, മൈത്രി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടായിരുന്നു. അതായത് മൈത്രി ഹീലേഴ്സ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന, മൈത്രി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഈ മൈത്രി ചെയ്യുമ്പോൾ പ്രൊട്ടക്ഷൻ എടുക്കാൻ മറന്നു പോകും, അല്ലെങ്കിൽ പ്രൊട്ടക്ഷനിൽ കുറച്ച് കെയർലെസ് ആവുകയാണെങ്കിൽ നമ്മൾ ഈ എനർജി അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത് വളരെ സഹായിക്കും. അപ്പം ഞാനിത് എടുത്തപ്പം ശോഭ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ബോംബെയിൽ നിന്ന് എനിക്ക് ചെയ്തത്. അപ്പോൾ അവർക്ക് നമ്മുടെ ഗ്രൂപ്പിലില്ല, അവർ ഹിന്ദിയാണ് അവരുടെ മീൻസ് ശരിക്കുള്ള ലാംഗ്വേജ്. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അവർ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പശുവിനെ കണ്ടു എന്ന് പറഞ്ഞു. ഫസ്റ്റ് അവർ ഗുരുവായൂരപ്പനെ കണ്ടു, അതിൻ്റെ കൂടെ പശുവിനെയും കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതൊരു നമ്മൾ ചെയ്യുന്നത് അവിടെ എത്തുന്നുണ്ടെന്നൊരു സിഗ്നലാണ്, നമുക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ ഉടനെ തന്നെയാണ് പിന്നെ മോഹൻജിയുടെ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ചാൻറ്റിങ് തുടങ്ങിയ ആ ഒരാഴ്ച നമ്മൾ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള ആഴ്ചകളിലൊന്നും ചെയ്തിട്ടില്ല, ആദ്യത്തെ ആഴ്ച ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മോഹൻജി ഒരു ശിവലിംഗം സ്ഥാപിച്ചിട്ട് അഭിഷേകം നടത്തിയത് യൂറോപ്പിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ബ്ലോഗ് ശുഭശ്രീ എഴുതിയിട്ടുണ്ടായിരുന്നു, മോഹൻജിക്ക് മൈത്രി കൊടുത്തപ്പോൾ മോഹൻജിയുടെ കൂടെ ഒരു പശുവിനെ കണ്ടു. അപ്പം നമുക്കതൊരു ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷമാണ്. പശുപതി എന്നുള്ള ഒരു നാമം അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ മൂകാംബികയിൽ ഒരു പ്രോഗ്രാമിന് പോയി, ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിന്. അപ്പോൾ പോകുമ്പോൾ ഞാൻ അവിടേക്ക് നടന്നു വരുമ്പം ഒരു വലിയൊരു പശുവിന് 2 കൊമ്പൊക്കെ ഉണ്ട്, വലിയ കൊമ്പൊക്കെ ഉണ്ട്. അതിങ്ങനെ വന്നിട്ട്
അത്രയും പേരുള്ള എന്നെ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് പോയി, തല വെച്ച് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് അങ്ങോട്ട് പോയി. നമുക്കൊന്നും തോന്നില്ല, അത് കാരണം അതിൻ്റെ അതിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്കറിയാം, ഇൻറ്റൻഷൻ കാണുമ്പോൾ അറിയാം അത് ഉപദ്രവിക്കാനല്ല, ജസ്റ്റ് ഒന്ന് തട്ടി ഒന്ന് ബ്ലെസ് ചെയ്യില്ലേ, നമുക്ക് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് നമുക്കെന്തോ ഒരു എനർജി ഇങ്ങ് കിട്ടുകയാണ്, നമ്മൾ ചെയ്യുന്നത് അറിയുന്നുണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് മൂകാംബിക അമ്പലത്തിലുണ്ടായ അനുഭവം എന്താ വെച്ചാൽ, ആദ്യം ഞാൻ ക്യൂവിൽ പോയി നിന്നു തൊഴുവാനായിട്ട്. അപ്പം തലേദിവസം മുഴുവൻ യാത്ര എനിക്ക് ട്രെയിനിൽ ഒട്ടും ഉറക്കം കിട്ടില്ല, ഫുൾ ടൈം ഉണർന്നിരിക്കും ഞാൻ ട്രെയിനിൽ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, നല്ല സെക്കൻഡ് AC ആണ്, ഒരു ശല്യം ഇല്ല, ഒന്നുമില്ല, കംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഉറക്കമൊന്നും ഇല്ലാതെ അവിടെ ചെന്നു. 10:30 ആയപ്പോഴാണ് ഫുഡ് കഴിച്ചത്. നേരെ പോയിട്ട് കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് ക്യൂവിൽ പോയി നിന്നു. ഈ 500 രൂപയുടെ ടിക്കറ്റ് എടുത്ത് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക് കയറാം. അപ്പോൾ ഭയങ്കര ക്യൂ ആണ്, ജനറൽ ക്യൂവിലൊക്കെ നമുക്ക് കയറാൻ പറ്റില്ല. ഈ 500 രൂപയുടെ ക്യൂവിലും ഭയങ്കര ക്യൂ ആണ്. അപ്പം ഞങ്ങൾ 4 പേര് ഇങ്ങനെ പൈസ കൊടുത്ത് കയറി ഉള്ളിൽ കയറി ടിക്കറ്റൊക്കെ അവരുടെ കയ്യിൽ കൊടുത്ത് കയറി നിന്നപ്പോഴേക്കും എനിക്ക് തലകറങ്ങി. എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല, ശരീരമൊക്കെ അങ്ങ് തണുത്തിപ്പോൾ വീടും എന്നുള്ള അവസ്ഥയിലായപ്പോൾ ഞാൻ അവിടുന്ന് ക്യൂവിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പം അവർ ലഡു വാങ്ങിക്കൊണ്ട് തന്നു. അവിടുത്തെ പോലീസുകാരൻ നല്ലൊരു പോലീസുകാരൻ എനിക്ക് ലഡു വാങ്ങിക്കൊണ്ട് തന്നു. ഇനി ഷുഗർ അങ്ങ് കമ്മിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗറൊന്നുമില്ല, എന്തായാലും ഞാൻ കഴിച്ചു, ദേവിയുടെ പ്രസാദമല്ലേ, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റൂമിലേക്ക് പോവുകയാണ്, ഒന്ന് ഉറങ്ങിയിട്ട് വരാം, എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോള് അനഘയും പറഞ്ഞു ഞാനും വരണ്ട. പിന്നെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, അവർ വന്നു. അപ്പോൾ ഒരാൾ മാത്രം അകത്ത് കയറി, ബാക്കി എല്ലാവരും തിരിച്ച് റൂമിലേക്ക് പോയി. അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, മോഹൻശ്വരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധവിയമ്മയെ പോയി ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ മാധവിയമ്മയെ കണ്ടിട്ട് മൂകാംബികാദേവിയെ കണ്ടാൽ മതി എന്നുള്ളതായിരിക്കും ഗുരുവിൻ്റെ ഇച്ഛ. എന്നിട്ട് ഞാൻ ഉച്ചക്കലത്തെ ദർശനത്തിനായിട്ട് 3 മണിയൊക്കെ ആയപ്പോൾ പോകാനായിട്ട് വന്നപ്പോൾ ഞാൻ മാധവിയമ്മയ്ക്കൊരു മെസ്സേജ് ഇട്ടു, ഇങ്ങനെ എപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് വന്നു. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് മാധവിയമ്മയുടെ ഒരു താമസിക്കുന്നത്. അപ്പോൾ താമസിക്കുന്ന സ്ഥലം അത് സ്ഥിരമായിട്ടുള്ള സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. അമ്മയുടെ ഒരു അനുഗ്രഹം കിട്ടി. അനുഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു തപസ്സിനെയൊന്നും പ്രതീക്ഷിച്ച് ചെല്ലുമ്പം അങ്ങനെയൊന്നും അല്ല. സാധാരണ നൈറ്റിയൊക്കെ ഇട്ട് അമ്മ തുണിയൊക്കെ തോരയിടും. പക്ഷേ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ കാഷ്വലായിട്ടാണ്, മോഹൻജി ആയാലും മാധവിയമ്മ ആയാലും കാര്യങ്ങൾ പറയും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കുള്ള ഒരു മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ അമ്മ പറഞ്ഞതാണ്, ഫാമിലി ലൈഫും സ്പിരിച്വാലിറ്റിയും കൊണ്ട് പോവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സാധനം. കാരണം ഇത് രണ്ടും തമ്മിൽ ചേർന്ന് പോവില്ല പലപ്പോഴും. അത് എന്നെപ്പോലെ വേറെ ആർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഫ്രീ ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വീഡിയോകൾ ചെയ്യാം, അത്യാവശ്യം അടുത്തുള്ള സ്ഥലത്തൊക്കെ പോകാം. പക്ഷേ എങ്കിലും കുറേ ദിവസം വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോഴും എനിക്കില്ല. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം അമ്മ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അമ്മ നേരിട്ട ഒരുപാട് കഠിനാനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ ആ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞത്, ഒരിക്കലും നിൻ്റെ ദുഃഖങ്ങൾ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, നിന്നോട് ഈശ്വരന് ഇഷ്ടമില്ലാത്തതിട്ടാണ് എന്ന് വിചാരിക്കരുത്. അതൊക്കെ അമ്മയുടെ ഒരു പ്യൂരിഫിക്കേഷനായിട്ട് എടുക്കാവുള്ളൂ. മോളുടെ കണ്ണുനീരും ഇതെല്ലാം അമ്മ അറിയുന്നുണ്ട്. ഭഗവാന് ഇഷ്ടമുള്ളവരെ അമ്മയുടെ ഒരു ചൈതന്യമാണ്, മൂകാംബികാദേവിയുടെ ചൈതന്യമാണ്. അങ്ങനെയുള്ളവരെ ടെസ്റ്റ് ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് അമ്മ ഓരോന്നിനു വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു. അവസാനം നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ബ്ലെസ്സിങ്സ് ആയിരുന്നു നിനക്ക് കിട്ടിയ എന്ന്. അത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് മൂകാംബികാദേവിയുടെ ആ ഒരു ചൈതന്യം 21 വർഷം അമ്മ ഗുഹയിൽ ആ ഗുഹ ഒക്കെ കാണിച്ചു തന്നു. നമുക്ക് ആലോചിക്കാൻ പോലും വയ്യാത്ത അത്രയും പൊക്കത്തിലുള്ള ഒരു ഗുഹ. താഴെ എന്നിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ അവിടെയൊക്കെ എങ്ങനെ എത്തും, കൊടുങ്കാട്, അവിടെ പകൽ 21 വർഷം തപസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. എന്താ പറയുക, അവിടെ പറയും അമ്മയ്ക്കൊന്നും അവിടെ നിന്ന് ഫുഡ് എങ്ങനെയാണ് കിട്ടുക എന്ന് നമുക്ക് ആലോചിക്കാൻ വയ്യ. ഫുഡ് ഇല്ലാതെയൊക്കെയാണ് ദിവസങ്ങളോളം തപസ് ചെയ്ത്, വെള്ളവും ഭക്ഷണമൊന്നും ഇല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കേദാർനാഥിലെ കാര്യം പറഞ്ഞ പോലെ. അപ്പം പാമ്പുകൾ, വിഷജന്തുക്കൾ ഉണ്ടാവും, കടുവ, അതൊക്കെ. പക്ഷെ അതൊന്നും ടച്ച് ചെയ്യില്ല, കാരണം ആ ഡിവിനിറ്റി കാരണം. അപ്പം അങ്ങനെ മൂകാംബികാദേവിയുടെ ചൈതന്യത്തിലേക്ക് എത്തിയ ഒരാൾ എന്നോടത് പറഞ്ഞപ്പോൾ എനിക്കത് പലപ്പോഴും മൂകാംബികയിൽ ഇപ്പോൾ ഉള്ള അനുഭവങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മൂകാംബികയിലേക്കുള്ളൊരു യാത്ര എനിക്കൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം അമ്മ അത് നേരിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ എന്താ പറയുക, നമുക്ക്
അനുഭവിച്ചതൊക്കെ അനുഗ്രഹങ്ങളായിരുന്നു എന്ന് പറയാൻ ഒരാളത് സാധാരണക്കാരിൽ നിന്ന് അങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മ അത് പറഞ്ഞപ്പം ആ ഒരു യാത്ര സഫലമായി എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളിങ്ങനെ ഓരോ വഴിക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു അമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എഴുതൂ. കാരണം ആ എഴുതുന്നത് നമ്മുടെ ഉള്ളിലെ ആ ഒരു ദുഃഖങ്ങൾക്ക് ഒരുപാട് കുറവ് വരും. ആ ഒരു സോളിന് അത് തീർച്ചയായിട്ടും എത്തും. കാരണം സോളിനെ നമ്മൾ കാണുന്നില്ല എന്ന് വെച്ചാൽ ദേ ആർ ട്രെയിൻ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്. അത് അങ്ങനെ എനിക്ക് പലപ്പോഴും എൻ്റെ അനുഭവങ്ങളുണ്ട്. കാരണം നമുക്ക് വളരെ പ്രിയപ്പെട്ടവർ വിട്ടു പോവുകയാണെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അവർ നമ്മളെ ഒരു എന്താ പറയുക, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നവർ അവരുടെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലുള്ളത് എന്ത് തന്നെയായാലും സത്യസായി ബാബയ്ക്ക് എഴുതുക. ബാബയ്ക്ക് എഴുതി കഴിഞ്ഞാൽ അവിടെ എത്തുന്നുള്ള 100% ഉറപ്പാണ്. നമ്മൾ വിടുന്ന ഒരു മെസ്സേജും യൂണിവേഴ്സ് കാണാതെ പോവില്ല. ഈവൻ മൈത്രിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അവരുടെ പ്രസൻസ് തോന്നുന്ന, അതായത് ആ പോയ ആളുടെ പ്രസൻസ് തോന്നുന്ന പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ആ സോൾ പ്രസൻസ് അവിടെ ഉണ്ട്. നമ്മൾ മൈത്രിയിൽ എനർജി അയക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളോട് പറയാതിരുന്നിട്ട് പോലും അങ്ങനെ നമുക്ക് മനസ്സിലായ അനുഭവങ്ങളുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് പറയാതെ മൈത്രി എടുക്കാൻ വരുമ്പോൾ പോലും അങ്ങനെ ഒരു ആത്മാവ് അവിടെ ഉണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന ഒരു നെഗറ്റീവ് രീതിയിലല്ല. ഞാനിപ്പോൾ അവരോട് പറഞ്ഞ ഒരു മകൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, ആ മകനോട് സ്നേഹത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ ഈ അമ്മമാരോട് പറയുക. അപ്പോൾ അവർ ആൻസർ ചെയ്യും. കാരണം ആ ഒരു പയ്യൻ അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ ആത്മഹത്യ ചെയ്തില്ല. എന്തുകൊണ്ടെന്നറിയില്ല. വളരെ നല്ലൊരു പയ്യനായിരുന്നു. മേ ബി ആ കുട്ടിക്ക് അറിയുന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ഈ ഒരു ഏജ് വരെ ഉണ്ടാവുള്ളൂ. മേ ബി അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു മോശം സാഹചര്യത്തിലേക്ക് പോകണം എന്നില്ല. അങ്ങനെ ഒരു സോള് വന്ന് പോയതുകൊണ്ട് ഒരുപാട് പേർക്ക് ഭക്ഷണം കിട്ടുകയാണെങ്കിൽ, ഒരുപാട് പേർക്ക് സേവ കിട്ടുകയാണെങ്കിൽ അതൊരു എലിവേറ്റഡ് സോള് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ അമ്മു അങ്ങനെയായിരുന്നല്ലോ. വളരെ ട്രാജിക് ആയിട്ടുള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല. പക്ഷേ ആ ഒരു സോള് കാരണം ഇപ്പം എത്രയോ പേർക്ക് ഭക്ഷണം കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗുരു നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കതല്ലേ എക്സാമ്പിൾ, ഏറ്റവും വലിയ എക്സാമ്പിൾ അതല്ല. അപ്പം എനിക്കത് ഈസിലി അവരെ കൺവേ ചെയ്യാൻ പറ്റുന്നത് ഞാനും അതുപോലത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, വളരെ പ്രിയപ്പെട്ടവരുടെ ലോസ്, അത് മകനോ മകളോ ഭർത്താവോ അച്ഛനോ അമ്മയോ ആരും ആയിക്കോട്ടെ, ഒരു ലോസ് നമുക്ക് ഉണ്ടായി. ആ ഒരു ലോസ് നമ്മളെ നല്ലൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, നമ്മൾ സേവകൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കുറച്ചും കൂടെ നല്ല ഒരു രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ആ ഒരു സോൾ ഒരിക്കലും ഒരു മോശം സോളല്ല. സോ അത് എപ്പോഴും ആ ഒരു ഡിസിഷൻ നമ്മളിലേക്കാണ് വരുന്നത്. ഹൗ ടു ടേക്ക് ദാറ്റ് ലോസ്. ആ ഒരു വേദനയെ ശക്തിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സോള് സാൽവേഷനിലേക്ക് പോകും. അത് ഉറപ്പ് പറയാൻ പറ്റും. അല്ല, ആ ഒരു വേദനയെ നമുക്ക് ഡാർക്ക്നെസ് ആക്കി മാറ്റാൻ പറ്റുവാണെങ്കിൽ, ഡിപ്രഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ ആർക്കും ഒന്നും കൊടുക്കുകയൊന്നുമില്ല, ഇനി ബാക്കിയുള്ളത് എൻ്റെ ബാക്കിയുള്ള കുട്ടിക്ക് എന്ന് അങ്ങനെയും ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്തെങ്കിലും സേവ് ചെയ്യാൻ പറയുമ്പോൾ അവർ പറ്റില്ല. നമ്മളോട് കുറേ സംസാരിക്കും. ഞാൻ പറയും, നിങ്ങൾക്ക് ഈ വിഷമം മറക്കാൻ എന്തെങ്കിലും സേവ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതും നമ്മുടെ ചോയ്സാണ്. നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മുടെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതെല്ലാം നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏതൊരു ഇൻസിഡൻറ്റിനെയും മാറ്റാൻ പറ്റും. ഏതൊരു വേദനയും ശക്തിയാക്കി മാറ്റാൻ പറ്റും. ആ വേദനയെ തന്നെ ട്രോമയാക്കി മാറ്റി, ഡിപ്രഷനാക്കി മാറ്റി, കുറച്ചും കൂടെ ഡാർക്ക്നെസ്സിലേക്ക് ആ സോളിനെ തള്ളിവിടാനും പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്. നമുക്കിടെ ഉള്ളിലുണ്ട് ആ ഒരു ശക്തി, ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. കുറേ ദിവസമായിട്ട് മെസ്സേജുകളൊന്നും പാസ് ചെയ്യാത്തതുകൊണ്ട്, പക്ഷേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്നതുകൊണ്ട്, കാരണം വീണ്ടും വീണ്ടും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇങ്ങനൊരു മെസ്സേജ് പാസ് ഔട്ട് ചെയ്യേണ്ടത്. കാരണം അന്നദാനം എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഇന്നലെ ഇപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ കയറിയപ്പോൾ ഞാനത് അവിടെ തന്നെ ഞാൻ പറഞ്ഞു, അത്ര ഈസി അല്ല. നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് പൈസ അയക്കുന്നു, അത് വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മുടെ ഗ്രൂപ്പിലെ മിക്കവരും ഞാൻ പറഞ്ഞു ഹൗസ് വൈഫ്സ് ആണ്. അവർ മിച്ചം വയ്ക്കുന്ന കുറച്ച് തുകയിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് അയക്കുന്നത്. ചിലപ്പോൾ വീട്ടിലുള്ളവർ അറിയാതെയൊക്കെയാണ് അയക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു സ്ട്രെങ്ത്താണ് നമുക്കായിരുന്നു. പക്ഷേ അവിടെ പോയിട്ട് അത് ചെയ്യുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്.
ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോവുക, അത്രയും ദൂര സ്ഥലങ്ങളിൽ പോവുക. നമ്മളുടെ ഇവിടെ നിന്നുള്ള ഒരു അന്നദാനം ഏതോ കോണിൽ വിശന്നിരിക്കുന്ന 3-4 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഭക്ഷണം വേണമെന്ന് തോന്നാത്ത, വിശപ്പുണ്ടെങ്കിൽ അതിനെ അവഗണിക്കുന്ന വലിയ വലിയ സിദ്ധയോഗികൾക്ക്, അഘോരികൾക്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനൊരു ഗുരുവിൻ്റെ കൂടെ നമ്മൾ ഉള്ളതുകൊണ്ടല്ലേ അത് സാധിക്കുന്നത്. അപ്പം അതിൻ്റെ വാല്യൂ തിരിച്ചറിയാം. അപ്പം ഒരു മോശം കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം, അത് നമുക്കതിന് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ നല്ല ആൾക്കാർക്ക് മോശം സംഭവങ്ങളുണ്ടാവും, നല്ല ആൾക്കാരായി എന്ന് വെച്ചിട്ട് മോശം സംഭവങ്ങൾ ഉണ്ടായില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ മോശം ആൾക്കാർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇത് നമുക്കിതിനൊന്നും എല്ലാത്തിനൊന്നും ഉത്തരം തരില്ല നമ്മൾ. പിന്നെ കഴിഞ്ഞ കാലം അത് ഇതെന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ രാമായണ മാസം തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ രാമൻ്റെ ഒരു ജീവിതം പഠിപ്പിക്കുന്നതാണ്. മോശം അനുഭവങ്ങൾ വരുമ്പോഴും അത് നിങ്ങളെ മോശം ആക്കാതിരുന്നാൽ, നിങ്ങളൊരു നല്ല ആളായിട്ട് തന്നെ തുടരുകയാണെങ്കിൽ, രാമൻ്റെ കഥ പോലെ ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ അനുഭവങ്ങൾ അങ്ങനെ അങ്ങ് പോകും. ആ അനുഭവങ്ങൾ ഉണ്ടാവില്ല. ആ ആളെ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് മാത്രമാണ് അടുത്ത തലമുറ നോക്കുക. രാമൻ്റെ കഥ അതാണ്. രാമൻ്റെ ജീവിതത്തിൽ രാമൻ ജനിച്ചപ്പം മുതൽ ധാർമ്മികനായിരുന്നു. പക്ഷെ രാമൻ്റെ ജീവിതത്തിൽ വളരെ മോശം കാര്യങ്ങളല്ലേ ഉണ്ടായി. പക്ഷെ രാമനെ അത് ഒരു നെഗറ്റീവ് ആളാക്കി മാറ്റിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ രാമൻ വേണോ രാവണൻ വേണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് രാമനെ ചൂസ് ചെയ്യാം. രാമായണ മാസം തുടങ്ങുകയാണ്. അപ്പോൾ ആ രാമൻ്റെ ജീവിതാനുഭവങ്ങളും കൃഷ്ണൻ്റെ ജീവിതാനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. അവരൊന്നും എന്താ പറയുക, പൂവിരിച്ച പാതയിലൂടെ അല്ല പോയത്. പക്ഷേ അവരെങ്ങനെയാണ് മുള്ളിനെ പൂവാക്കി മാറ്റാം എന്ന് നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ്. നമ്മൾ ഈശ്വരനും തുല്യമായിട്ട് അവരെ ആരാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവരൊക്കെ മനുഷ്യരായിട്ട് വന്നവരാണ്. അവർ ഈശ്വരരായിട്ട് ജീവിച്ച് കാണിച്ചു തരികയായിരുന്നു. പൂർണ്ണാവതാരം നമ്മൾ കൃഷ്ണനെ പറയണ്ടെങ്കിലും പൂർണ്ണാവതാരം ജനിക്കുന്നതിന് മുമ്പ് തന്നെ പരീക്ഷണങ്ങൾ തുടങ്ങിയ ആളാണ് കൃഷ്ണൻ. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു സോള് ഏത് തലത്തിലാണെങ്കിലും അതിനെ ഉയർത്തിക്കൊണ്ടുവരാനും നമ്മുടെ പ്രവൃത്തിക്ക് കഴിയും. ബാക്കി ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക്, നമുക്കിപ്പോൾ ശരീരം ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു മെസ്സേജാണ്. ഇതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, മാധവിയമ്മയെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ രാവിലെ ചെന്നപ്പോൾ തൊഴാൻ പറ്റില്ല എന്ന്. അപ്പോൾ മാധവിയമ്മ എന്നോട് പറഞ്ഞു ഇപ്പോൾ പൊക്കോളും മോള്, പോയി തൊഴുതോളാൻ പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോൾ ജനറൽ ക്യൂവിൽ അപ്പോഴും തിരക്കുണ്ട്. പക്ഷേ ഞങ്ങൾ തിരികെ മറ്റേ ക്യൂവിലേക്കൊക്കെ തന്നെ കയറി, 250 രൂപയുടെ ക്യൂവിലേക്ക് കയറി. അവിടെ അപ്പോൾ ഒട്ടും തിരക്കില്ല. തിരക്കില്ലാതെ ഞാൻ അങ്ങോട്ട് കയറലും ഒരു VIP ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഒരു മന്ത്രിയായിട്ടാണെന്ന് തോന്നുന്നു. അവരും ഫാമിലിയും കൂടെ നമ്മുടെ കൂടെ കയറി. അപ്പം ഞങ്ങൾ കയറിയ വഴി ആ VIPക്ക് ദർശനം നടത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ പൊതുവെ അപ്പോൾ തിരക്ക് കുറവായിരുന്നു. ആ VIPക്ക് കുറേ നേരം നിന്ന് ദർശനം നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പോൾ VIPയുടെ കൂടെ പെട്ടതുകൊണ്ട് എനിക്കും കുറേ നേരം, ഒരു ഹാഫ് ആൻ അവർ അമ്മയുടെ നടക്കി നിന്ന് തൊഴുവാൻ പറ്റി. അപ്പം കുറച്ച് നേരം അവിടെ നിന്ന് ധ്യാനിക്കാനും പറ്റി. കാരണം അധികം ആളുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ VIP കയറുമ്പോൾ അവർ പ്രത്യേക പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അധികം ആരെയും കടത്തി വിട്ടില്ല. VIPയുടെ പോലെ കയറുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ദർശനത്തിനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ ഭയങ്കര വലിയ VIP ആണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ നിൽക്കുമ്പോഴും ഇങ്ങനെ VIPകളൊക്കെ വരുമ്പോൾ ഗുരുവായൂരും മൂകാംബിയിലും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ശരി VIPകൾ ഭഗവാനെ കാണുന്നുണ്ട്, പക്ഷെ ഭഗവാൻ VIPകളെ മാത്രമാണോ കാണുന്നതെന്നൊക്കെ അവിടെ നിന്ന് ചിന്തിക്കും. അതൊക്കെ വേറെ കാര്യം. ഇവിടെ നിന്നിട്ട് ഞാൻ ആലോചിച്ചു, കുറേ പേര് അവിടെ പുറത്ത് നിൽക്കണ്ടല്ലോ. അപ്പം ദേവി അകത്ത് മാത്രമല്ലല്ലോ ഇരിക്കുന്നത്. VIPകൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അകത്ത് മാത്രം ഇരിക്കുന്ന ഒരാളാണ് ദൈവം എന്നൊന്നും ഞാൻ പറയണില്ല. VIPകളുടെ കൂടെ കയറിയത് ഭയങ്കര ഒരു സംഭവമായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് രാവിലെ കയറി തൊഴാൻ പറ്റാത്ത ഒരു സങ്കടം വൈകിട്ട് മാറിക്കിട്ടി. കാരണം ആ ഒരു നടക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ടല്ലോ. അവിടെ ഇരുന്ന് കുറച്ച് നേരം ധ്യാനിക്കാൻ പോലും സമയം കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. കാരണം രാവിലത്തെ ക്യൂ അമ്മാതിരി ക്യൂ ആയിരുന്നു. അപ്പോൾ ആ ഒരു അമ്മയുടെ ബ്ലെസ്സിങ്ങും കൊണ്ടുവന്നു, മാധവി അമ്മയുടെ ബ്ലെസ്സിങ്ങും കൊണ്ടുവന്നപ്പോൾ നടക്കി നിന്ന് തൊഴുവാനുള്ള അനുഗ്രഹം കിട്ടിയെന്ന് ഞാൻ പറയാം. മാധവി അമ്മ പറഞ്ഞു, ഞാനിപ്പോൾ ഈ ഇടയായിട്ട് അമ്പലത്തിലേക്ക് വരാറില്ല എന്ന്. കാരണം അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. അമ്മ തന്നെ ആ ദേവിയുടെ ചൈതന്യത്തെ സാക്ഷാത്കരിച്ചതായതുകൊണ്ട്
അപ്പോൾ ഈ ഓംനി പ്രസന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, വായു പോലെയാണല്ലോ, അകത്തുമുണ്ട് പുറത്തുമുണ്ട് എല്ലായിടത്തും ഉണ്ട്, നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ, അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതേപോലെയാണ് ഈശ്വര ചൈതന്യം. ശ്രീകോവിലിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഭക്തർ വരുന്നുണ്ടോ, അല്ലെങ്കിൽ VIP ഉണ്ടോ, പൈസ കൊടുത്തിട്ട് വരുന്നുണ്ടോ, അവർക്ക് കൂടുതൽ ദർശനം കൊടുക്കുക, അങ്ങനെയുള്ള ഒരാളെ അല്ല ഈശ്വരൻ എന്ന് നന്നായിട്ടറിയാം. എങ്കിൽ പോലും നമ്മൾ ദേവിയെ ദർശിക്കാൻ ചെല്ലുമ്പോൾ ദർശനം കിട്ടുന്നത് ഏത് രീതിയിലായാലും ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.